ഒഴുകുന്നു താഴമ്പോ മണമിതു നാമിൻ പറയാതെ ഓർത്തിടും അനുരാഗാനം പോലെ ഒഴുകുന്നു താഴമ്പോ മണമിതു നാമിൻ. 2024 നീറ്റ് എക്സാം കഴിഞ്ഞു. ഇതാ റിസൾട്ടും വന്നിരിക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് 700 മുകളിലേക്കൊക്കെ മാർക്ക് എത്തിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു വലിയൊരു ഡ്രീം ആയിട്ടായിരിക്കും അവർ കരുതുന്നത്. അത്തരത്തിൽ ഇതാ 700 മുകളിൽ മാർക്ക് കരസ്ഥമാക്കിയ 705 മാർക്ക് കരസ്ഥമാക്കിയ ഒരു വിദ്യാർത്ഥിയാണ് നമ്മുടെ അഭിരാമും അതുപോലെ തന്നെ അഭിരാമിന്റെ പേരൻസും ഒക്കെ ഇതാ ബ്രില്യന്റിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ അധ്യാപകരെ കാണുന്നതിന് വേണ്ടി, ഡയറക്ടറെ ഒക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അവരെല്ലാവരും ആ ഒരു മികച്ച സ്കോർ കരസ്ഥമാക്കി നല്ലൊരു മെഡിക്കൽ കോളേജിലേക്കുള്ള ആ ഒരു ചുവടുവെപ്പിന്റെ തുടക്കത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു അഭിമാനത്തിലും സന്തോഷത്തിലും ഒക്കെയാണ് കേട്ടോ അവരുള്ളത്. അപ്പോൾ നമുക്ക് അവരോട് ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ആദ്യമായിട്ട് മോനെ അഭിനന്ദനങ്ങൾ. അപ്പോൾ ഇത്രയും നല്ലൊരു സ്കോറിലേക്കൊക്കെ എത്തി. അപ്പോൾ എന്താണ് ഇപ്പോൾ തോന്നുന്നത്? ഒരിക്കലും വലിയൊരു മാർക്ക് പ്രതീക്ഷിച്ചല്ലേ ബ്രില്യൻ്റ് വന്നത്. ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടണം അങ്ങനെ ഒരു രീതിയിലാണ് വന്നത്. പക്ഷേ ബ്രില്യൻ്റിലെ കോച്ചിങ്ങും അവരുടെ ഒരു ഹാർഡ് വർക്കും എല്ലാം കൊണ്ട് നല്ലൊരു സ്കോർ എത്താൻ പറ്റി. അപ്പോൾ മോഡൽ എക്സാം ഒക്കെ എഴുതിയ സമയത്ത് ഈ ഒരു റേഞ്ചിലേക്കൊക്കെ സ്കോർ എത്തിയിട്ടുണ്ടായിരുന്നോ? മോഡൽ എക്സാം ബ്രില്യൻ്റിൽ മോഡൽ എക്സാം നീറ്റ് എക്സാമിനെക്കാളും കുറച്ചുകൂടി ടഫാണ്. പക്ഷെ എന്നാലും അവർ ചിലപ്പോഴൊക്കെ എളുപ്പമുള്ള പരീക്ഷയൊക്കെ ഇടും. അപ്പം ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കഴിയും ഒരു 30-40 മാർക്ക് കൂടുതലാണ് നീറ്റിന് കിട്ടിയത്. യെസ്. അപ്പോൾ ഈ മെഡിക്കൽ എന്നുള്ളൊരു സ്വപ്നം അല്ലെങ്കിൽ MBBSയിലേക്കുള്ള ഒരു സ്വപ്നം എന്ന് പറയുന്നത് അഭിരാമിനെ സംബന്ധിച്ച് സ്വന്തമായിട്ട് പഠിക്കുന്ന കാലത്ത് തന്നെത്താൻ ഉണ്ടായ ഒരു ആഗ്രഹമായിരുന്നു, അതോ ഏതെങ്കിലും ഇൻസ്പിറേഷനോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഈ ഡോക്ടർ എഞ്ചിനീയർ ആവണമെന്നല്ലേ. അപ്പോൾ അമ്മയും അച്ഛനെയൊക്കെ ആഗ്രഹം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പേരൻസിൻ്റെ ആഗ്രഹമായിരുന്നു ശരിക്കും? പേരൻസിൻ്റെ ആഗ്രഹം തന്നെയായിരുന്നു അല്ലേ? അപ്പോൾ ബ്രില്യൻറ്റിൽ വന്നതിന് ശേഷം ഹോസ്റ്റൽ ലൈഫൊക്കെ എങ്ങനെയായിരുന്നു? ഏത് ഹോസ്റ്റലായിരുന്നു താമസിച്ചത്? ഞാൻ ബ്രില്യൻറ്റിൽ ഏഞ്ചൽ ഹോസ്റ്റലിലാണ് ഉള്ളത്. അപ്പം ഏഞ്ചൽ ഹോസ്റ്റലിൽ വരുന്ന ജോസഫ് സാറാണ്. ജോസഫ് സാറ് വരുമ്പോഴേ തന്നെ അപ്പോഴേ തന്നെ ഹോസ്റ്റലിലോട്ട് മാറ്റിയായിരുന്നു. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പല സ്ഥലത്തു നിന്നുള്ളവരാണ് വരുന്നത്. അപ്പം നമുക്ക് പല ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവരുമായിട്ട് എല്ലാം കൂടെ ഈ പഠിക്കുക മാത്രമല്ലല്ലോ, എല്ലാ തരത്തിലുള്ള ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് മാർക്കെല്ലാം കുറയുമ്പോഴത്തേന് സപ്പോർട്ടൊക്കെ ചെയ്യും. അങ്ങനെയുണ്ട്. അപ്പോൾ ഹോസ്റ്റലിൽ ഒത്തിരി ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, ക്യാമ്പസിലും ഹോസ്റ്റലും ഒക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ എക്സാമിന് ശേഷം അവരെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? എല്ലാവരും വിളിക്കുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ അവരൊക്കെ ക്യാമ്പസിലേക്ക് ഇനി നിങ്ങൾ ഒന്നിച്ച് കൂടാനൊക്കെ ഉള്ളൊരു അതിൻ്റെ പ്ലാനിങ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. വിക്ടറി ഡേക്ക് നമ്മുടെ അങ്കമാലി വെച്ച് എല്ലാവരും മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവർക്കെല്ലാം അത്തരത്തിലൊരു നല്ല ഉയർന്ന ഒരു സ്കോറിലേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലേ? ഞങ്ങളുടെ ഹോസ്റ്റലിലുള്ള എല്ലാവരും നല്ല മാർക്ക് ഉണ്ടെന്നാണ് ഞാൻ വിളിച്ചത് പറഞ്ഞത്. അപ്പോൾ അഭിരാമിൻ്റെ സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരുന്നു? വൈകുന്നേരം കൂടുതൽ സമയം കണ്ടെത്തി പഠിക്കുമായിരുന്നു, അത് രാവിലെ വെളുപ്പിനേക്ക് എഴുന്നേറ്റ് പഠിക്കുമായിരുന്നു? എങ്ങനെയായിരുന്നു ഒരു സ്റ്റഡി പ്ലാൻ, ടൈം ടേബിൾ എങ്ങനെയായിരുന്നു? ടൈം ടേബിൾ രാവിലെ എണീക്കും, കുറച്ച് നേരം ബയോളജി വായിക്കും, അപ്പോഴേക്കും 8 മണിയൊക്കെ ആകുമ്പോൾ ക്ലാസ് തുടങ്ങും. പിന്നെ ക്ലാസ് ഒരു 4 മണി വരെയൊക്കെ കാണുമായിരിക്കും. അത് കഴിയുമ്പം പുള്ളിൻ്റെ തന്നെ റെഫറൻസ് ഫെസിലിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും വലിയ ഒരു എനിക്ക് മാർക്ക് കൂടാനായിട്ട് സഹായിച്ചെന്ന് തോന്നുന്നു. അവിടെ ഇന്ന് പഠിക്കാനും കുറേ കുട്ടികൾ ഒരുമിച്ച് പഠിക്കാനാണ് നമുക്ക് പഠിക്കാനൊരു താല്പര്യം വരും. അങ്ങനെ റെഫറൻസിന് ഇരിക്കും. അവിടെ എല്ലാം ഭയങ്കര ഇതാണ്, പഞ്ചൊക്കെ ചെയ്ത് അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുക. ഇൻ്റർവെല്ലിന് മാത്രം പുറത്തേക്ക് വിടും. അപ്പോൾ അതൊക്കെ എനിക്ക് പഠിക്കാനായിട്ടൊരു മോട്ടിവേഷനാണ്. അവിടെ ഈ കുട്ടികളൊക്കെ ഇരുന്ന് പഠിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ റെഫറൻസിനെല്ലാം പോയിരുന്ന് ഇങ്ങനെ സമയമൊക്കെ ഉണ്ട് അവിടെ. ഇങ്ങനെ കൂടുതൽ നേരം ഇരിക്കണമെങ്കിൽ റെഫറൻസ് കാർഡൊക്കെ കൊടുത്ത് അങ്ങനെ ഞാൻ അങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ കണ്ടിട്ടില്ല അവർ. അപ്പം അങ്ങനെ അവിടെ ഇരുന്ന് ഒരു 7 മണി വരെയൊക്കെ അവിടെ ഉണ്ട്. അതിനുമ്പോൾ 4 മണിക്ക് ബ്രേക്ക് ഉണ്ട്. അപ്പം നമുക്ക് ചായയൊക്കെ കുടിക്കാം അങ്ങനെയൊക്കെ. അത് കഴിയുമ്പോൾ 7 മണി വരെ പിന്നെയും പഠിക്കാം. പിന്നെ ഇരിക്കേണ്ടവർക്ക് വേണമെങ്കിൽ ഹോസ്റ്റലിൽ പോകും. പിന്നെ അല്ലെങ്കിൽ ഒരു രാത്രി 9 മണിയിലേക്ക് ഇരിക്കും. അപ്പോൾ റെഫറൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ആകർഷിച്ചല്ലേ, ഹെൽപ്പ് ചെയ്തത്? അപ്പോൾ റെഫറൻസ് ടൈമിലേക്ക് കൂടുതൽ പഠിക്കാനായിട്ടുള്ള ടൈം കണ്ടെത്തുമായിരുന്നല്ലേ ആ ഒരു
സമയം എടുത്തിട്ട് പഠിക്കുക. ബുക്സ് ഒക്കെ ഇങ്ങനെ ലൈബ്രറിയിൽ നിന്ന് എടുക്കുമായിരുന്നോ? ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രില്യൻറ്റിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാനുള്ള ബുക്കെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം ഏതൊരു ബുക്ക് അവിടെ ചെന്ന് തിരക്കിയാലും ബുക്കുണ്ട് അവിടെ. ഞാൻ അവിടെ നിന്ന് ബുക്കൊക്കെ എടുത്ത് വെച്ച് ചെയ്യും, ക്വസ്റ്റ്യനുകൾ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഡൗട്ട് ക്ലിയറൻസ് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് പ്രോസസ് റൂമിൽ വന്ന് പ്രോസസ്സുമായിട്ട് മീറ്റ് ചെയ്ത് ആ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാറില്ലായിരുന്നു? ഡൗട്ട് ക്ലിയർ ചെയ്യായിരുന്നു. അതായത് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ റെഫറൻസ് ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. അല്ലെങ്കിൽ ക്ലാസ്സിനിടയിൽ ഇന്റർവെല്ലിലായാലും ഡൗട്ട് ചോദിക്കാൻ പറ്റും. അവിടെ ഫാക്കൽറ്റി ഒക്കെ റെഡി ചെയ്യണം. നമ്മൾ റെഫറൻസിന് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഡൗട്ട് വരികയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ പോയിട്ട് അവിടെ തന്നെ കുറേ ക്ലാസ്സിൽ സ്പ്ലിറ്റ് ചെയ്തായിരിക്കും. അപ്പം നമുക്ക് ഫിസിക്സിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഫിസിക്സിൻ്റെ പ്രൊഫസേഴ്സ് ഒരു റൂമിലായിരിക്കും. അപ്പം അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു അവൈലബിൾ ആയിരിക്കും 4-5 സ്റ്റാഫുകൾ എപ്പോഴും കാണും. അവർ നമ്മളെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. വഴക്കൊന്നും പറയുന്നത് എത്ര വേണമെങ്കിൽ പറഞ്ഞു തരും, എന്തോരം വേണം പറഞ്ഞു തരും. അതൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ അഭിരാമിൻ്റെ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതായിരുന്നു? എനിക്ക് പഠിക്കാൻ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫിസിക്സ് ആണ്. എന്താ പ്രത്യേകിച്ച് ഫിസിക്സിനോട് എന്തെങ്കിലും ഒരു താല്പര്യം തോന്നാൻ കാരണം? ഫിസിക്സ് താല്പര്യം അച്ഛനെപ്പോഴും കൊച്ചിലൊക്കെ പറയായിരുന്നു, മാത്സിനും ഫിസിക്സിനും ഒക്കെ മാർക്ക് ഉണ്ടെങ്കിൽ വലിയ പ്രയോജനം. അപ്പം അങ്ങനെ ഫിസിക്സ് എല്ലാം പഠിക്കും, എക്സാമെല്ലാം. ഓക്കെ, അങ്ങനെ തോന്നിയതാണല്ലേ ഫിസിക്സിനോട് ഒരു പ്രത്യേക താല്പര്യം? ഓക്കെ, അപ്പോൾ ഫിസിക്സ് ഫാക്കൽറ്റീസിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്ക് ഫിസിക്സ് ഫാക്കൽറ്റിയാണ്. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് വലുതായിട്ട് ഫിസിക്സ് അങ്ങനെ എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ക്ലാസ് കിട്ടുന്ന ചന്ദ്രലാൽ സാറിൻ്റെ ക്ലാസ്സാണ് ഫിസിക്സിൽ. കാരണം നല്ലോണം പഠിപ്പിക്കും. അങ്ങനെ അപ്പം മനസ്സിലായി ഫിസിക്സും പഠിക്കാൻ പറ്റും. അങ്ങനെ എളുപ്പമാക്കി തന്ന് സാറൊക്കെ ഇവിടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഡൗട്ടെല്ലാം പറഞ്ഞു തരും. പിന്നെ സാറ് പഠിപ്പിക്കുന്ന പാഠങ്ങളെല്ലാം റെഡിയായ പോലെയാണ്. പിന്നെ ഓൺലൈനിലും ഉണ്ട്. ഇപ്പം ഞാൻ സാറിൻ്റെയൊക്കെ തേടി പിടിച്ചെടുക്കും ഓൺലൈനിൽ. സാറിൻ്റെ ഏതെങ്കിലും ഇമോഷണൽ സ്റ്റേറ്റിൽ അങ്ങനെ കുറേ പാഠങ്ങളുണ്ട്. അപ്പം അതെല്ലാം ഞാൻ ഇരുന്ന് കണ്ട് പഠിക്കുകയും ലീവൊക്കെ വരുമ്പോഴത്തേനും അങ്ങനത്തെ ഇതൊക്കെ എടുത്ത് വെച്ച് പഠിക്കും. അങ്ങനെ. ഓക്കെ, അപ്പോൾ അഭിരാമിൻ്റെ ഫാദർ, സാറിൻ്റെ പേരെന്താണ്? പേര് സുനിലെന്ന്. എന്താ ചെയ്യുന്നത്? ഞാൻ KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്നു. കഴിഞ്ഞ മാസം റിട്ടയർ ആയല്ലേ? ഓക്കെ, അപ്പോൾ റിട്ടയർമെൻറ്റ് ജീവിതത്തിലോട്ട് കടന്നപ്പോൾ തന്നെ നമ്മുടെ അഭിരാമിൻ്റെ റിസൾട്ടും ഒക്കെ വന്നു. അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു ഘട്ടത്തിൽ? വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഒരു നല്ല മെഡിക്കൽ കോളേജ് അതായിരുന്നു പ്രതീക്ഷ അല്ലേ? പ്രതീക്ഷയായിരുന്നു. ഓക്കെ, അപ്പോൾ അഭിരാം നേരത്തെ സൂചിപ്പിച്ച പോലെ ഡോക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹം വന്നത് നിങ്ങളിൽ നിന്നാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ? ഫാമിലിയിൽ വേറെ ഡോക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു ആരെങ്കിലും? ഫാമിലിയിൽ ഡോക്ടർമാരില്ല. ഇല്ല. പിന്നെ നമ്മൾ പലയിടത്തും ട്രീറ്റ്മെൻറ്റിനൊക്കെ പോകുമ്പോൾ നല്ല ഡോക്ടർമാരെ പരിചയപ്പെടുന്നു. എൻ്റെ ഒരു ഫ്രണ്ട്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ടല്ലേ, ക്ലാസ്മേറ്റ് തന്നെ ഉണ്ട്. അപ്പം ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടുമ്പോൾ ഈ ഫീൽഡ്, ഞാൻ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡാണ്, അതുകൊണ്ട് ഇവർ അതിൽ മാറിപ്പോകട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അല്ലേ? ഓക്കെ, അപ്പോൾ ബ്രില്യൻറ്റ് ചൂസ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ? പ്രത്യേകിച്ച് റിപ്പീറ്റ് ചെയ്യാനായിട്ടൊരു തീരുമാനം എടുക്കുന്നു, പിന്നെ അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ അന്വേഷിക്കും ഏതാണ് ഉള്ളതെന്ന്. അപ്പോൾ അങ്ങനെ ബ്രില്യൻറ്റിലേക്ക് വരാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? ബ്രില്യൻറ്റ് ഞാൻ നോക്കിയപ്പോൾ ഇപ്പോഴത്തെ മോഡൽ എക്സാം, അത് ഞാനിപ്പോൾ ഈ അഭിരാമിൻ്റെയൊക്കെ മോഡൽ എക്സാം ഞാൻ ശരിക്കും അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഈ നീറ്റിനേക്കാൾ വളരെ ഒരു മികച്ച രീതിയിലാണ് മോഡൽ എക്സാം നടന്നിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ എക്സാം എഴുതി ഇവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് ഇത്രയും ഒരു വലിയ, ഇവിടെ തന്നെ ഇപ്പം 4 പേരോളം ഫുൾ മാർക്ക് മേടിച്ചു. അപ്പോൾ അത്രയും വലിയൊരു സ്കോറിൽ എത്തിയത് അവർക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടിയത് ഇവിടുത്തെ മോഡൽ എക്സാം ആ രീതിയിൽ നടത്തിയുകൊണ്ടാണ്. നേരെ മറിച്ച് ഇവിടുത്തെ മോഡൽ എക്സാം അതിനേക്കാൾ താഴ്ന്നതായിരുന്നെങ്കിൽ ഇവരൊക്കെ അതൊരു ടഫായിട്ട് വന്നിരുന്നു. ഈ നീറ്റ് എക്സാം ഒരു ടഫായിട്ട് ഇത് അവർക്ക് അത് ഇപ്പം മോനിപ്പോൾ 3 ക്വസ്റ്റ്യനാണ് തെറ്റിപ്പോയത്. ആ തെറ്റിപ്പോയ ക്വസ്റ്റ്യനും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തെറ്റിയല്ല, അന്നേരത്തെ ആ ഒരു തിരിച്ച് എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് 3 എണ്ണം തെറ്റിപ്പോയി, അറിയാവുന്നതായിരുന്നു പക്ഷെ പറ്റിപ്പോയി. അപ്പോൾ അതാണ് പറ്റിയത്. അപ്പോൾ അത്രത്തോളം ബ്രില്യൻ്റ് അവരെ അടുത്ത് എത്തിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെ. തീർച്ചയായിട്ടും. അപ്പോൾ ഇവർ ഇത്തരം പരീക്ഷകൾ എഴുതുന്നത് കൊണ്ട് തന്നെ ഇവർ കാണാത്ത ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒന്നോ നീറ്റ് എക്സാമിന് വരുന്നില്ല. തീർച്ചയായും. കാരണം ഇവർ നേരെ മറിച്ച് ഇവർക്ക് നല്ല ഒരു മോഡൽ എക്സ്പീരിയൻസ് കിട്ടിയില്ലെങ്കിൽ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ പാനിക്കാവും. കഴിഞ്ഞ വർഷം പറ്റിയതാണ്. കഴിഞ്ഞ വർഷം ഫിസിക്സ് എടുത്ത് ആദ്യം ചെയ്തു, പക്ഷേ ആ ക്വസ്റ്റ്യൻ തന്നെ തെറ്റായിരുന്നു, അതിൻ്റെ ആൻസർ അതിലില്ലായിരുന്നു. അപ്പോൾ തന്നെ അവൻ ആകെ
പാനിക്കായി. അപ്പോഴും പിന്നെ സമയം കുറേ, കാരണം അത് 2 വട്ടം ചെയ്തു. ചെയ്തപ്പോഴും ആൻസർ കിട്ടിയില്ല. അപ്പോഴും തന്നെ ആകെപ്പാടെ പതറിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ക്വസ്റ്റ്യൻ അല്ല ഒരാളെ നീറ്റിന് അതെ ഒരു റാങ്കിലെത്തിക്കും, അത് കളയുക. നമ്മളത് കളഞ്ഞിട്ട് അടുത്തേക്ക് പോകുക. ഇപ്പം അവൻ അത് ആ രീതിയിൽ ചെയ്യും. ടഫായിട്ട് തോന്നിയാൽ അത് കളയും, എന്നിട്ട് അവസാനം വീണ്ടും അതിലേക്ക് വരും. അപ്പോൾ അത് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ്. കുഴപ്പമില്ല, നല്ലൊരു സ്കോർ എത്തി. പക്ഷേ ഒന്നുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ ഫുൾ മേടിക്കാമായിരുന്നു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതെ അതെ അതെ. ഓക്കെ, അപ്പോൾ അഭിരാമിൻ്റെ അമ്മയുടെ പേര് ഇന്ദുലേഖ. എന്താ ചെയ്യുന്നത്? സെൻട്രൽ GST വർക്ക് ചെയ്യുന്നല്ലേ. ഓക്കെ, അപ്പോൾ മോൻ്റെ ഒരു വിജയം, വലിയൊരു വിജയം 705 എന്ന് പറയുന്ന ഒരു നല്ലൊരു സ്കോറിലേക്കൊക്കെ എത്തിയിരിക്കുന്നു. ആ ഒരു അഭിമാന നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത് അമ്മയ്ക്ക്? വളരെ കൂടുതൽ സന്തോഷമുണ്ട്. ഇത്രയും സാധാരണ പരീക്ഷയ്ക്കൊക്കെ തെറ്റ് വരുത്തി അപ്പോൾ ഒരു പേടിയായിരുന്നു. അപ്പം എന്തായാലും കൺട്രോൾ ചെയ്ത് ക്വസ്റ്റ്യനൊക്കെ ചെയ്തതുകൊണ്ട് ഇത്രയും ഒരു നല്ല മാർക്ക് കിട്ടാൻ സാധിച്ചു. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണല്ലേ? ആ ഒരു സന്തോഷത്തിലാണ്. ഓക്കെ, അപ്പോൾ അഭിരാമിനെ സംബന്ധിച്ച് ആളെങ്ങനെയായിരുന്നു? ചെറുപ്പം മുതലേ വീട്ടിലിരുന്ന് പഠിക്കുന്ന ഒരു ടൈപ്പ് ആയിരുന്നോ, അതോ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണമായിരുന്നോ? 10ാം ക്ലാസ് വരെ അത്ര വലിയ പഠിത്തം ഇല്ലായിരുന്നു, എന്നാലും ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നല്ലേ? 90% ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് +1 +2 ആയപ്പോഴാണ് സ്വന്തമായിട്ട് ഇന്ന കോഴ്സിലോട്ട് പോകണമെന്ന് തീരുമാനിച്ചത്. പിന്നെ അവൻ്റെ ചേച്ചി മെഡിക്കൽ കോഴ്സ് എടുത്തത് കൊണ്ട് അതും ഒരു കാരണമായി. അതും ഒരു ഇതായി. അപ്പോൾ ചേച്ചി എന്താ ചെയ്യുന്നത്? അപ്പം മെഡിക്കൽ തേർഡ് ഇയർ MBBS തന്നെ. എവിടെയാണ്? PK ദാസ്. അപ്പോൾ ചേച്ചിയുടെ ഒരു ഫീൽഡിലേക്ക് തന്നെ പോകണം എന്നുള്ള അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ തോന്നി തുടങ്ങിയതായിരുന്നോ മോന്? അത് അങ്ങനെ തുടങ്ങിയതാണല്ലേ ഡോക്ടർ എന്നുള്ളൊരു സംഭവം വന്നത്. ഓക്കെ, ബയോളജിയൊക്കെ വായിക്കുന്നതിൽ അവന് വായിക്കാൻ ഇഷ്ടപ്പെടത്തില്ല. അപ്പം അത് ചേച്ചി പറഞ്ഞു കൊടുത്ത് അത് എളുപ്പമാക്കി. ആൾക്ക് ഫിസിക്സിനോട് തന്നെയായിരുന്നു താല്പര്യം അല്ലേ? ഫിസിക്സിനോടാണ്. ബയോളജി എളുപ്പമാണ്, പക്ഷേ അങ്ങോട്ട് തിരിയത്തില്ല. എപ്പോഴും ഫിസിക്സും അത് കഴിഞ്ഞാൽ കെമിസ്ട്രിയും. പിന്നെ നമ്മൾ കുറേ പറഞ്ഞിട്ടാണ് ബയോളജി മെയിൻ ആണെന്ന് പറഞ്ഞ് അത് അവൻ അറിയാം. എന്നാലും അവൻ എപ്പോഴും പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കൂടുതൽ താല്പര്യം ഫിസിക്സിനോടായിരുന്നു. പിന്നെ ബയോളജിയോടുള്ള താല്പര്യം വന്നത് ചേച്ചിയുടെ ഹെൽപ്പും ഇൻഫ്ലുവൻസ് ഒക്കെ ആയിരുന്നു. നമ്മളിവിടുത്തെ മോഡൽ ടെസ്റ്റിനും ഫിസിക്സ് കെമിസ്ട്രി ചിലപ്പോൾ ഫുള്ള് കാണും, പക്ഷെ ബയോളജിക്ക് 3-4 എണ്ണം തെറ്റിപ്പോകും. പക്ഷെ അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അപ്പോഴും മനസ്സിലാകും റാങ്കിൽ നമ്മൾ ഒരുപാട് പുറകിൽ പോകും. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളിങ്ങനെ ഈ നീറ്റിനെ സംബന്ധിച്ചിടത്തോളം ബയോളജി മെയിനാണ്. അവിടെ ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ 10,000 പേരുടെ പുറകെ പോകും. അതുകൊണ്ട് ബയോളജിക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ ചേച്ചി മെഡിസിൻ ഫീൽഡ് ആയതുകൊണ്ട് അവൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ അവന് വായിക്കാൻ കുത്തിയിരുന്ന് വായിക്കുന്ന ഇഷ്ടമല്ല. അപ്പം ചേച്ചി ഒന്ന് വായിച്ചേ കൊടുക്കും. ഓഡിയോ ബുക്കൊക്കെ അതൊക്കെ പിന്നെ അങ്ങനെ വന്നപ്പോഴത്തേക്ക് പിന്നെ ബയോളജിയും ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. അപ്പോൾ ഈ ഒരു വിജയത്തിൽ ശരിക്കും പേരൻസിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഭയങ്കരമായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതിപ്പം എനിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് പറയുമ്പോൾ എനിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ല. പേരൻസിനാണ് എപ്പോഴും വിളിച്ചിട്ട് പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ പറയും, ഇത് ചെറിയ പരീക്ഷയല്ല, അവസാനത്തെ പരീക്ഷ അല്ലല്ലോ, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ പിന്നെ അച്ഛനൊക്കെ മാർക്കൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറയും, ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. വീട്ടിൽ നിന്ന് തന്നെ ഒരു അനാലിസിസ് ഉണ്ടായിരുന്നല്ലേ? വീട്ടിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ മാർക്ക് കുറയുന്ന ഒരു ഘട്ടത്തിൽ വിളിച്ച് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ തരുമായിരുന്നു? മോട്ടിവേഷൻ കാര്യങ്ങളും തരും. ഞാൻ വിളിച്ചില്ലെങ്കിലും ഇങ്ങോട്ട് വിളിക്കും. അപ്പോൾ ഇനി അഭിരാമിനെ സംബന്ധിച്ച് ഒരു നല്ല മെഡിക്കൽ കോളേജിലേക്ക് പോകണം തന്നെയാണ് ആ ഒരു സ്വപ്നം. അപ്പോൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് മനസ്സിൽ ഒരു ഡ്രീം ക്യാമ്പസ് എന്നുള്ള രീതിയിൽ കണ്ടുവച്ചിട്ടുണ്ടോ? ഡ്രീം ക്യാമ്പസ് അങ്ങനെ ഇല്ല. എനിക്ക് ഗവൺമെൻറ് കേരളത്തിലെ ഏറ്റവും നല്ലൊരു മെഡിക്കൽ കോളേജിൽ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം അല്ലേ? അപ്പോൾ ഇനി അഡ്മിഷൻ്റെ ബാക്കി തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുകയായിരിക്കും. അപ്പോൾ ഇനി അഭിരാം ആഗ്രഹിച്ച ആ ഒരു മെഡിക്കൽ കോളേജിലേക്ക് തന്നെ എത്തട്ടെ, ഏറ്റവും നല്ല മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടട്ടെ. അതിനുള്ള മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുക. അപ്പോൾ ഇനി ഈ വർഷം നീറ്റ് എഴുതാൻ പോകുന്ന കുറേ വിദ്യാർത്ഥികളുണ്ടല്ലോ, ഇതിന് ബുള്ളറ്റിലേക്ക് വരുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, ഈ വർഷം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാനൊരു ഭയങ്കര പഠിക്കുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ എനിക്ക് ഈ ബ്രില്യൻ്റ് അവർ പറയുന്നത് തന്നെ അങ്ങനെ അതേപടി
ഡയറക്ടേഴ്സ് പറയുന്നതെല്ലാം അതേപടി കേട്ടാൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എക്സാം ഒന്നും മിസ് ചെയ്യാതെ എഴുതണം. പിന്നെ അതല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം. അപ്പോൾ ഒരു ദിവസം മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ശരിയാവും. നമ്മൾ കറക്റ്റായിട്ട് ഒരുപാടൊന്നും പഠിക്കണ്ട. പിന്നെ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രോബ്ലം ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു ദിവസം ഒരു 45 അങ്ങനെ ക്വസ്റ്റ്യൻ, 45 അത് ഫിസിക്സ്, പിന്നെ 45 കെമിസ്ട്രി, പിന്നെ സുവോളജി, ബോട്ടണി, അങ്ങനെ ഒരു ദിവസം നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ പറയുമ്പോൾ നമ്മൾക്ക് സിമ്പിളായിട്ട്, പക്ഷേ അത് ചെയ്യുമ്പോൾ ചിലപ്പോൾ പറ്റത്തില്ല. അപ്പോൾ നമ്മളത് ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടെക്സ്റ്റ് വായിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ഈ ക്വസ്റ്റ്യനും കൂടെ ചെയ്ത്, അപ്പം അങ്ങനെയാണ്. അപ്പം ഈ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമ്മൾ കുറേ ക്വസ്റ്റ്യനുകൾ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മളെ മെറ്റീരിയൽ ഇത്രയും ക്വസ്റ്റ്യൻ കാണത്തില്ല. അപ്പം നമ്മൾ വേറെ ഇപ്പം ലൈബ്രറി പോയിട്ട് ബുക്ക് എടുത്തിട്ട് അതിൽ നിന്ന് ഒരു 45 ക്വസ്റ്റ്യൻ ഡെയിലി ഇങ്ങനെ ഫിസിക്സ്, കെമിസ്ട്രി. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്നെ പഠിപ്പിച്ചൊരു സാറ് പറഞ്ഞു, ഗോസ് എന്ന് പറഞ്ഞ സാറ് ഫിസിക്സ് നല്ലോണം പഠിപ്പിക്കും. അപ്പോൾ സാർ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ നമ്മൾ തുടക്കം തൊട്ടേ ഇങ്ങനെ ഒരു 45-40 ക്വസ്റ്റ്യൻ അങ്ങനെ ഡെയിലി ചെയ്യാന്നുണ്ട്, എന്തായാലും ഉറപ്പായിട്ട് അവസാനം മാർക്ക് കിട്ടും. അപ്പം ഞാനത് എന്നും കറക്റ്റായിട്ട് എന്നും അത്രയും ക്വസ്റ്റ്യനുകൾ ചെയ്ത്, കൂടുതലൊന്നും ചെയ്യണ്ട, 45 അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യും. പിന്നെ ഈ ആദ്യമേ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുകയായിരുന്നു. അത് ഭയങ്കര ഹെൽപ്പ് ചെയ്തായിരുന്നു. നമുക്ക് ആദ്യം മനസ്സിലാകില്ല, നമ്മൾ ശരിക്കും വെറുതെ സമയം കളയല്ലേ, ഇത് എഴുതുമ്പോഴത്തേനും സമയം എടുക്കുക എഴുതാൻ. പക്ഷേ അതങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫിസിക്സ് എല്ലാം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ അതിങ്ങനെ ചെറുതായിട്ട് എഴുതി വയ്ക്കുമ്പോൾ പിന്നെ എക്സാമിന് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, അവരോട് സമയം എടുക്കത്തില്ല. അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള കുറേ ട്രിക്കുകളും ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലേ. പിന്നെ നമ്മൾ കാണാൻ പഠിക്കാനുള്ളതൊക്കെ ചെറുതായിട്ട് കോഡൊക്കെ വെച്ച് പഠിക്കുന്നത് നല്ലതാണ്, ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ ഇക്വേഷൻ പഠിക്കണം ഫിസിക്സിനകത്ത്. നമ്മൾ ശരിക്കും നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാമല്ലോ, പക്ഷെ എക്സാം ഹോളിൽ അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നി. നമ്മൾ എക്സാം ഹോളിലൊക്കെ ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ടിരിക്കുകയല്ലേ, പെട്ടെന്ന് നമുക്കൊന്നും വരത്തില്ല. ഈ പഠിച്ചു വെച്ചിരിക്കുന്ന ഫോർമുലയിലും ട്രിക്ക് അതൊക്കെ പെട്ടെന്ന് നമ്മൾ മൈൻഡിലോട്ട് വരുത്തുള്ളൂ. അപ്പോൾ എത്രത്തോളം നമുക്ക് സിമ്പിളാക്കാവോ അത്രയും സിമ്പിളാക്കി പഠിച്ചു വയ്ക്കണം. ടൈം ഒരുപാട് എടുക്കാതെ പെട്ടെന്ന് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പഠിച്ചു വയ്ക്കണം. ഷോർട്ട് കട്ടൊക്കെ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന രീതിയിൽ നമ്മളത് എളുപ്പത്തിൽ പഠിച്ചു വെക്കണം അല്ലേ. നീറ്റ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ ബുദ്ധിയൊന്നും മെഷർ ചെയ്യുന്ന അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നമ്മൾ കുറേ മെമ്മറൈസ് ചെയ്ത് വെക്കണം. അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് ജെഇ പോലത്തെ എക്സാം ഒക്കെ ആണെങ്കിൽ നമുക്ക് സ്കില്ല് അങ്ങനെ വേണമെന്ന് പറയാം എന്നാലേ. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് നമ്മൾ കറക്റ്റായിട്ട് അതെല്ലാം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ പെട്ടെന്ന് ക്വസ്റ്റ്യനിലായിട്ട് വരുമ്പോഴത്തേനും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. അപ്പോൾ ഇനി ഭാവി ജീവിതത്തിലും ഇതുപോലെ തന്നെ എല്ലാം നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകട്ടെ. എല്ലാം വരുന്ന പരീക്ഷകളിലെല്ലാം ഇതുപോലെ തന്നെ നല്ല സ്കോർ കരസ്ഥമാക്കാനും ഉന്നത വിജയം നേടാനും ഒക്കെ സാധിക്കട്ടെ. അപ്പോൾ ആഗ്രഹിച്ച മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി പുല്ലൻ ഫാമിലി ആശംസിക്കുകയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.